വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റേടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ എളിമയുടെയും സൗമ്യതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജഡികരെപ്പോലെ നടക്കുന്നു എന്ന് കരുതുന്നവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. വാദമുഖങ്ങളും ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ ശേഷം എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുമ്പിലുള്ളത് നോക്കുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനായിരിക്കുന്ന പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ഞാൻ കാണപ്പെടരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ്. അകലെ ആയിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ വാക്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലും എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്ന അറിവില്ലാത്തവരാണ് അവർ. ഞങ്ങൾ അളവറ്റ ആത്മപ്രശംസ ചെയ്യുകയില്ല. മറിച്ച് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്ന വിധം ഞങ്ങൾ നിൽക്കും. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലങ്ങളിൽ അളവറ്റ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യരുടെ പരിധിയിൽ ചെയ്തവയെപ്പറ്റി ആത്മപ്രശംസ നടത്താതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ സ്വയം പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം. എൻ്റെ അല്പം ഭോഷത്വം നിങ്ങൾ സഹിക്കുമല്ലോ. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ സഹിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെന്ന പോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് അവനുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവം ചതിച്ച പോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനോട് ഇണങ്ങിച്ചേരുന്നുണ്ടല്ലോ. ഞാൻ ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഞാൻ കരുതുന്നു. പ്രഭാഷണ ചാതുര്യത്തിൽ ഞാൻ പിന്നാക്കമായിരിക്കാം. എന്നാൽ അറിവിലല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളെ ഉയർത്താനായി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ? നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി മറ്റു സഭകളിൽ നിന്ന് വേതനം സ്വീകരിച്ചുകൊണ്ട്
ഞാൻ അവരെ കവർച്ച ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഞെരുക്കമുണ്ടായെങ്കിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. മക്കദോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തന്നത്. അതിനാൽ നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു, മേലിലും ശ്രദ്ധിക്കും. ക്രിസ്തുവിൻ്റെ സത്യം എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ ആത്മപ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ നിശബ്ദമാക്കപ്പെടുകയില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടോ? ദൈവം അറിയുന്നു. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയാൻ അവസരം തേടുന്നവരുടെ നിലപാട് ഞങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. അത്തരക്കാർ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വേഷം ധരിച്ച വ്യാജ അപ്പസ്തോലന്മാരും വഞ്ചകരായ സേവകന്മാരുമാണ്. അത്ഭുതപ്പെടേണ്ട. പിശാച് തന്നെയും വെളിച്ചത്തിൻ്റെ ദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തദ്ഭുതം! അവരുടെ ഭാഗധേയം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, എന്നെ ഭോഷനായി ആരും കരുതരുത്. അഥവാ നിങ്ങൾ കരുതുകയാണെങ്കിൽ എനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് എന്നെ ഭോഷനെപ്പോലെ സ്വീകരിക്കുവിൻ. ആത്മപ്രശംസയുടെ ഈ ദൃഢവിശ്വാസത്താൽ കർത്താവിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ഭോഷനെപ്പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. പലരും ലൗകിക കാര്യങ്ങളെപ്പറ്റി പ്രശംസിക്കാറുള്ള പോലെ ഞാനും ആത്മപ്രശംസ ചെയ്യും. ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ. എന്തെന്നാൽ നിങ്ങളെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും നിങ്ങളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ. അതിലെല്ലാം ഞങ്ങൾ ബലഹീനരായിരുന്നെന്ന് ലജ്ജയോടെ പറഞ്ഞുകൊള്ളട്ടെ. എന്തിനെയെങ്കിലും കുറിച്ച് ആരെങ്കിലും ധൈര്യപ്പെടുന്നെങ്കിൽ ഭോഷനെപ്പോലെ ഞാൻ പറയുന്നു, ഞാനും ധൈര്യപ്പെടും. അവർ ഹെബ്രായരാണോ? ഞാനും. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും. അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ? ഞാനും. അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരാണോ? ഉന്മത്തനെപ്പോലെ ഞാനും പറയുന്നു, ഞാൻ അവരെക്കാൾ കൂടുതൽ അധ്വാനത്തിൽ, കൂടുതൽ കാരാഗൃഹങ്ങളിൽ, കണക്കറ്റ പ്രഹരങ്ങളിൽ, പലതവണയുള്ള മരണവക്ത്രങ്ങളിൽ. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ 40 അടിവീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ കഴിച്ചുകൂട്ടി. ഞാൻ പലപ്പോഴും യാത്രകളിലായിരുന്നു. നദികളിലെ അപകടങ്ങളിൽ, കൊള്ളക്കാരിൽ നിന്നുള്ള അപകടങ്ങളിൽ, സ്വന്തക്കാരിൽ നിന്നുള്ള അപകടങ്ങളിൽ, ജനതകളിൽ നിന്നുള്ള അപകടങ്ങളിൽ, നഗരത്തിലെ അപകടങ്ങളിൽ, വിജനപ്രദേശത്തെ അപകടങ്ങളിൽ, കടലിലെ അപകടങ്ങളിൽ, വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങളിൽ അകപ്പെട്ടു. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും പലവട്ടം ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ച് എനിക്ക് അനുദിനം ഉത്കണ്ഠയുണ്ട്. ആരു ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആരു വഴിതെറ്റുമ്പോഴാണ് ഞാൻ നീറിപ്പുകയാതിരിക്കുന്നത്? ഞാൻ സ്വയം പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും സ്വയം പ്രശംസിക്കുക. ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായവൻ അറിയുന്നു. ദമാസ്കസിൽ വച്ച് എന്നെ പിടികൂടുന്നതിനു വേണ്ടി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തി. എന്നാൽ മതിലിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ ഞാൻ താഴെ ഇറക്കപ്പെട്ടു. അങ്ങനെ അവൻ്റെ കൈകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു.